ഞാൻ വിശ്വസിക്കുന്നത് ADGP അജിത് കുമാറും RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തി അത് പൂരം കലക്കാനാണ് എന്നുള്ള നിലയ്ക്കൊരു നിലപാട് CPM അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയോ സ്വീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചെയ്താൽ അത് സർക്കാരിൻ്റെ ബാധ്യതയായി മാറും. കാരണം സർക്കാർ അതിനി എന്ത് പറഞ്ഞാലും അതിപ്പം ഇനി ഈ പറഞ്ഞ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് അജിത് കുമാറിന് RSS നേതാക്കന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ, അതുകൊണ്ടാണ് ഈ അജിത് കുമാറിൻ്റെ നടപടി ഇങ്ങനെ നീണ്ടു പോകുന്നത്. കാരണം ഞാൻ ഇന്ന് കണ്ടില്ലേ, ഇന്ന് മലപ്പുറത്ത് SP DYSP അടക്കമുള്ള എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പോലും MR അജിത് കുമാറിനെ പോലെ ഒരു സാധാരണ ADGP എന്ന് പറയാം, ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP എങ്കിൽ കൂടെ 5-6 ADGPമാരും DGPമാരും ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു ADGPനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്രയും അധികം കഷ്ടപ്പെടേണ്ട ഒരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഒറ്റ കാരണമാണ് എന്തുകൊണ്ടെങ്കിലും ഈ പറയുന്ന സംരക്ഷണത്തിന് നിൽക്കാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കേസിനാണ് ADGPനെ ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലീവിൽ പോകാൻ പറയുന്നതോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് മുഖ്യമന്ത്രിക്കായി മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിൽ കേരളത്തിലെ RSSൽ ഏറ്റവും കൂടുതൽ RSS കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയ CPMകാരെയാണ് എന്നാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ആളുകളെ ഭീഷണിപ്പെടുത്തി കടന്നു കയറാമെന്ന് കരുതിയാണ് RSS പ്രവർത്തിച്ചത്. അത് തടഞ്ഞത് CPM ആണ്. ഞങ്ങളുടെ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കേരളത്തിലെ CPM പ്രവർത്തകർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കോ ഒരു ഡൗട്ടും ഇല്ലാന്ന് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് കേരളത്തിലെ ഒരു CPM പ്രവർത്തകനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനോ CPIക്കാരനോ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് പറയേണ്ടത് എന്താണ്, ഈ RSS നേതാക്കന്മാരെ ADGP എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ ADGPനെ അന്നത്തെ ദിവസം ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളിത് ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാട് അന്ന് സ്വീകരിച്ചെങ്കിൽ ഇതിൻ്റെ പകുതി പ്രശ്നങ്ങൾ വരില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ പറഞ്ഞ RSS നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നിലപാടെടുക്കേണ്ടതാണ് ഈ പറഞ്ഞ PV അൻവർ. അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PV അൻവർ ഒരു കാരണവശാലും ഈ പറഞ്ഞ പൂരം കലക്കിയത് ADGP അജിത് കുമാറാണെന്ന് PV അൻവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ടേക്ക്. അതാണ് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിലേക്ക് CPM മാറേണ്ട സമയം കഴിഞ്ഞോളൂ എന്നുള്ളതാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ന് കോവളത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാർട്ടിയുടെ സ്വകാര്യ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇവർ ഓഫീസ് ഉദ്ഘാടനമാണ്. ഓഫീസ് ഉദ്ഘാടനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ പറഞ്ഞ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഒരേ വേദിയിലിരുന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പൂരം കലക്കിയതും RSSുമായി ബന്ധപ്പെട്ട ബന്ധമല്ല, അത് ഒരു ADGPനെ ഉപയോഗിച്ച് ഞങ്ങൾക്കിത് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ RSSന് വേണ്ടിയിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ കുറ്റമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ആ കുറ്റം ജനങ്ങൾ കാണുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം RSSകാരും കൂടിയുള്ള സ്ഥലമാണല്ലോ കേരളം, ഞാൻ കാണുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് അങ്ങനെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പറയാനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിലപാടല്ല എന്നുള്ളൊരു നിലപാട് ഇതുവരെ പാർട്ടിയോ ഈ പറഞ്ഞ ഗവൺമെൻറ്റോ പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. തള്ളി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇങ്ങനെ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സെൻകുമാറിൻ്റെ കാര്യത്തിലത് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ RSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ BJPയുമായി ബന്ധപ്പെട്ടിട്ടോ അവർ ആ കോട്ടയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണുള്ളത്. എന്തുകൊണ്ട് ഈ കാര്യത്തിൻ്റെ അകത്ത് ഈ MR അജിത് കുമാറിൻ്റെ കാര്യത്ത് ഈ കാര്യം പറയുന്നില്ല? അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരും അതൊരു ഇടതുപക്ഷ അനുഭാവിയായ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് MLA വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയം വരെ ഒരു MLAനെ ഇവർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം ഈ പണി എടുത്തിട്ടുണ്ട് ഇല്ല എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല.
പറ്റിയിട്ടില്ല. പക്ഷേ ഇനി നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ MLA മുന്നോട്ട് വെച്ച ആരോപണങ്ങളുണ്ടല്ലോ, മറ്റുള്ള സ്വർണ്ണക്കടത്തുമായിട്ടും അങ്ങനെയുള്ള കുറേ ആരോപണമുണ്ടല്ലോ, അതിന് അവസാനം തെറിക്കാനുള്ള വിക്കറ്റ് എന്ന് പറയുന്നത് ഇനി അജിത് കുമാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വിക്കറ്റുകളും തെറിച്ചു അല്ലേ? വേറെ ഏതാ വിക്കറ്റ് തെറിക്കാനുള്ള? ഓൾമോസ്റ്റ് എല്ലാ വിക്കറ്റുകളും തെറിച്ചു. അപ്പോൾ ഇനി പറയുന്ന MLA വിശ്വാസത്തിലെടുത്തിട്ടെങ്കിലും ഈ പറഞ്ഞ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയൊരു നിലപാടായിട്ട്, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എന്നാണോ ഈ ADGP അജിത് കുമാറിനെ ഈ വിഷയവുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുവരെ ഈ ചർച്ച പോകും. അല്ലാതെ ഇവർക്ക് നാളെ രാവിലെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഈ MR അജിത് കുമാറിനെയും ഈ പൂര കലക്കിയതും ഈ പറഞ്ഞ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആണ് പിന്നെ നാളെ പ്രതിപക്ഷം പറയാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും BJP പറയാൻ പോകുന്നത്. അപ്പം ഇതിനെല്ലാം ആരാ കാരണക്കാരൻ? ഈ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിന് അനുകൂലമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുകൂലമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം RSSകളാൽ കൊല ചെയ്യപ്പെട്ടവരാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും നേരെ സ്ട്രെയിറ്റായി പറഞ്ഞു എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? Meet the editors.